നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3s + 7 by s² - 2s - 3. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 3s + 7 by s² - 2s - 3. സോ ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിലൂടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3s + 7 by s² - 2s - 3. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഷോർട്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് 3s + 7 by ഇവിടെ നോക്കിയാൽ സമ്മ് -2 പ്രോഡക്റ്റ് -3. സോ s - 3 ഇൻറ്റു s + 1. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിലായാലും ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. s × s s², s × 1 s -3s, അപ്പോൾ കൂട്ടുമ്പോൾ -2s, -3 ഇൻറ്റു +1 അപ്പോൾ -3 എന്ന്. സോ ഇതിനെ ഏത് ഫോമിലോട്ട് എഴുതാം? s + സംതിങ് ഇൻറ്റു s + സംതിങ്, ആ ഫോർമാറ്റ് അല്ലേ? സോ a by s - 3 plus b by s + 1. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇവിടെ ഒന്ന് പറയാം. a is equal to LHS സൈഡിലെ ന്യൂമറേറ്റർ അതാരാണ്? 3s + 7. LHS സൈഡിലെ ന്യൂമറേറ്റർ 3s + 7 by എയ്ക്ക് താഴെ ഇല്ലാത്ത ആൾ, എയ്ക്ക് താഴെ ഉള്ള അതാരാണ്? s - 3. അപ്പോൾ ഇല്ലാത്തത് s + 1 അറ്റ് എയ്ക്ക് താഴെ ഉള്ള ആൾ 0 എപ്പോൾ ആകും? എയ്ക്ക് താഴെ ഉള്ള ആൾ എപ്പോൾ 0 ആകും? എസിന് 3 കൊടുക്കുമ്പോഴല്ലേ 0 ആകുന്നത്. അതെങ്ങനെ കിട്ടി? അതായത് s - 3ക്ക് നിങ്ങൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സോ s = എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 × 3 9, 9 + 7 16, 16 by 3 + 1 4. അപ്പോൾ ആൻസർ എത്ര? 4. a 4. അടുത്തത് b എന്ത് വരും? b = അതും എന്താണ്? LHS സൈഡിലെ ന്യൂമറേറ്റർ 3s + 7 by ബിക്ക് താഴെ ഇല്ലാത്ത ആൾ, ബിക്ക് താഴെ ഉള്ളത് ആരാണ്? s + 1. അപ്പോൾ ഇല്ലാത്തത് s - 3. s - 3 അറ്റ് ബിക്ക് താഴെ ഉള്ള ആൾ എപ്പോൾ 0 ആവും? അതായത് s + 1 = 0. സോ s = -1. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എസിന് -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? -1 + 1 0. സോ ഇതെന്ത് വരും? -3 + 7 4 by -1 -3 -4. സോ ആൻസർ എത്ര വരും? -1 എന്ന് വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4 by s - 3 പ്ലസ് -1 by s + 1. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ലാപ്ലാസ് അറിയാമെങ്കിൽ അതിനെ ഒന്ന് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസ് ആയി. അതായത് നിങ്ങൾ സൈഡിൽ തന്നെ കാണാം, ലാപ്ലാസ് ഓഫ് e⁻at എന്ന് പറയുന്നത് 1 by s - a, ലാപ്ലാസ് ഓഫ് e⁻−at എന്ന് പറയുന്നത് 1 by s + a. അതിനെ തിരിച്ച് പറഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസ് ആയി. അതായത് 4 × 1 by s - 3, 1 by s - 3, 1 by s - a. നിങ്ങൾ അങ്ങോട്ട് നോക്കുക, 1 by s - a ആരുടെ ലാപ്ലാസ് ആണ്? e⁻at ലാപ്ലാസ് ആണ്. സോ e⁻3t. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതാം, -1 × 1 by s + 1, 1 by s + 1. അങ്ങോട്ട് നോക്കുക, 1 by s + a ആരുടെ ലാപ്ലാസ് ആണ്? e⁻−at ലാപ്ലാസ് ആണ്. സോ e⁻−t. സോ ഇത് f(s) ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്തായിരിക്കും? f(t). സോ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. f(t) = 4 e⁻3t മൈനസ് e⁻−t. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 19. സോ നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s² + 2s + 5 by s³. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s² + 2s + 5 by s³. സോ നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങ് എടുത്തെഴുതാം. s² + 2s + 5 by s³. അതായത് s² s³ s⁻4 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സീക്വൻസിൽ അങ്ങ് എഴുതുക. ഇപ്പോൾ s³ എന്നാണ് വന്നിരിക്കുന്നത്. സോ s, s² s³. s⁻4 വന്നിട്ടുണ്ടെങ്കിൽ s, s² s³ s⁻4. ഞാൻ എഴുതി കാണിച്ചു തരാം. ദാറ്റ് ഈസ് a by s പ്ലസ് b by s² പ്ലസ് c by s³. ഈ ഒരു സീക്വൻസിൽ അങ്ങ് പോകുക. a by s പ്ലസ് b by s² പ്ലസ് c by s³. ഒരു ടേം കൂടെ ഉണ്ടെങ്കിൽ s⁻4 എന്നാണെന്നെങ്കിലോ പ്ലസ് d by s⁻4. ഇനി നമ്മൾ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടുത്തെ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ച് നോക്കിയേ, s³. അപ്പോൾ ഈ ഓരോ ആളുകളുടെയും ഡിനോമിനേറ്റർ s³ ആകുമ്പോൾ എന്ത് വരുമെന്ന് നോക്കിയാൽ മതി.
അതായത് എക്ക് താഴെയുള്ള ഡിനോമിനേറ്റർ എങ്ങനെ എസ് ക്യൂബ് ആവും? ഒരു എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ ബൈ അങ്ങനെ ചെയ്താൽ മതി. സോ എ എസ് സ്ക്വയർ ബൈ എസ് ക്യൂബ്. ശരിയാണോ നോക്കാം? എസിൻ്റെ എസ് സ്ക്വയർ എസ് ക്യൂബ്. അപ്പോൾ ഇവിടെ എന്തായാലും എ ഇൻറ്റു എസ് സ്ക്വയർ എന്ന് എഴുതണം. പ്ലസ് ഇവിടെ എസ് ക്യൂബ് ആവണമെങ്കിൽ എന്ത് വേണം? ഒരു എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ബി എസ് ബൈ എസ് ക്യൂബ് പ്ലസ് അടുത്തത് സിക്ക് താഴെ എസ് ക്യൂബ് തന്നെ. സോ സി ബൈ എസ് ക്യൂബ്. സോ നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. എ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി ബൈ എസ് ക്യൂബ്. രണ്ടുപേരുടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. സോ ഇത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. എസ് സ്ക്വയർ ഇവിടെ എ സ്ക്വയർ, അപ്പോൾ എയുടെ വാല്യൂ 1. അടുത്തത് ഇവിടെ 2 ഇവിടെ ബി. സോ ബിയുടെ വാല്യൂ 2. ഇവിടെ 5 ഇവിടെ സി. സോ സിയുടെ വാല്യൂ 5. സോ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s പ്ലസ് 2/s സ്ക്വയർ പ്ലസ് 5/s ക്യൂബ്. ഇനി നിങ്ങൾ സൈഡിലോട്ട് നോക്കുക. സൈഡിലോട്ട് നോക്കുമ്പോൾ വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് 1? 1/s. സോ തിരിച്ച് പറഞ്ഞാലോ 1/sൻ്റെ ലാപ്ലാസ് എന്താണ്? 1. സോ 1 പ്ലസ് 2/s സ്ക്വയർഡ്. വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് t? 1/s സ്ക്വയർഡ്. സോ 1/s സ്ക്വയർഡിൻ്റെ ലാപ്ലാസ് എന്താണ്? t. സോ 2 ഇൻറ്റു t പ്ലസ് അടുത്ത നോക്കുക 5/s ക്യൂബ്. അതിനുവേണ്ടി ഞാൻ കാര്യം ചെയ്യാം. നിങ്ങൾ സൈഡിൽ നോക്കുക. ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് എന്താണ്? ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n പ്ലസ് 1. സോ ടി സ്ക്വയറിൻ്റെ ലാപ്ലാസ് എന്താണ്? 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ്. ഈ 2 ഫാക്ടോറിയലിന് താഴോട്ട് ഇറക്കി. വാട്ട് ഈസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ? അതിൻ്റെ ലാപ്ലാസ് എന്താണ്? 1/s ക്യൂബ്. ശരിയല്ലേ? സോ 1/s ക്യൂബിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2. സോ 5/2 ഫാക്ടോറിയൽ ഇൻറ്റു ടി സ്ക്വയർ. ഇതൊന്ന് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2t പ്ലസ് 2 ഫാക്ടോറിയൽ 2 തന്നെ. സോ 5/2 ടി സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 20. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് 1/s ക്യൂബ്, വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് വാട്ട് ഈസ് ഇൻവേഴ്സ് ലാപ്ലാസ് ഓഫ് 1/s ക്യൂബ്, വാട്ട് ഈസ് ഇൻവേഴ്സ് ലാപ്ലാസ് ഓഫ് 1/s സ്ക്വയർഡ്. നിങ്ങൾ ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനൊന്ന് തിരിച്ച് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇൻവേഴ്സ് ലാപ്ലാസ് ആയി. അതായത് വാട്ട് ഈസ് ലാപ്ലാസ് ഓഫ് ടി റൈസ് ടു n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു n പ്ലസ് 1. തിരിച്ച് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s റൈസ് ടു n പ്ലസ് 1? ടി റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ. എങ്കിൽ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ഓഫ് 1/s റൈസ് ടു n? ടി റൈസ് ടു n മൈനസ് 1 ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ശരിയാണോ നോക്കാം? ഇവിടെ എസിൻ്റെ പവർ 3, എന്നിൻ്റെ വാല്യൂ 3. സോ n മൈനസ് 1 എത്ര? 2 ബൈ 2. 3 മൈനസ് 1 എത്ര? 2 ഫാക്ടോറിയൽ 2 തന്നെ. സോ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലാപ്ലാസിൻ്റെ ഈ കണക്കുകൾ വളരെ എളുപ്പമായിട്ട് മാറും. സോ നമുക്ക് 21ാമത്തെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s സ്ക്വയർ പ്ലസ് 6 ബൈ x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4. ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s സ്ക്വയർ പ്ലസ് 6 ബൈ s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4. സോ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ലാപ്ലാസ് ഓഫ് s സ്ക്വയർ പ്ലസ് 6 ബൈ s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 4. നമ്മൾ കാര്യം ശ്രദ്ധിച്ച് നോക്കുക. ന്യൂമറേറ്ററിൽ s സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ രണ്ടിടത്തും s സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് കാര്യം ചെയ്യാം. s സ്ക്വയറിന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? s സ്ക്വയറിന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? അപ്പോൾ എന്തായിട്ട് വരും? u പ്ലസ് 6 ബൈ u പ്ലസ് 1 ഇൻറ്റു u പ്ലസ് 4. സോ ഈ കണക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മാറും. കാര്യം ഇതിപ്പോൾ എന്താണ്? എസ് പ്ലസ് സംതിങ് ഇൻറ്റു എസ് പ്ലസ് സംതിങ്, ആ ഫോർമാറ്റ്. ഇവിടെ അത് യു പ്ലസ് സംതിങ് ഇൻറ്റു യു പ്ലസ് സംതിങ്. അത് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ്? എ ബൈ യു പ്ലസ് 1 പ്ലസ് ബി ബൈ യു പ്ലസ് 4. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. എ എന്തായിരിക്കും? എൽ എച്ച് എസിലെ ന്യൂമറേറ്റർ ദാറ്റ് ഈസ് യു പ്ലസ് 6 ബൈ ആർ എച്ച് എസിൽ നോക്കുകയാണെങ്കിൽ എക്ക് താഴെ ഇല്ലാത്ത ആൾ, എക്ക് താഴെ ഉള്ളത് ആരാണ്? യു പ്ലസ് 1. അപ്പോൾ ഇല്ലാത്തത് യു പ്ലസ് 4. സോ യു പ്ലസ് 4 അറ്റ് എക്ക് താഴെ ഉള്ള ആൾ 0 ആകുക. എക്ക് താഴെ ഉള്ള ആൾ 0 ആകുക. യുവിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 ആകും. ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? യു പ്ലസ് 1 ഈക്വൽ ടു 0, ദെർഫോർ യു ഇസ് ഈക്വൽ ടു -1. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? -1 പ്ലസ് 6 5 ബൈ
-1 + 4 3. സോ ആൻസർ 5/3. ബി എങ്ങനെ കണ്ടുപിടിക്കാം? LHSലെ ന്യൂമറേറ്റർ u+6 ബൈ ബിക്ക് താഴെ ഇല്ലാത്ത ആൾ ഉള്ളത് u+4, അപ്പോൾ ഇല്ലാത്തത് u+1 അറ്റ് ബിക്ക് താഴെ ഉള്ള ആൾ 0 ആകുക. ബിക്ക് താഴെ ഉള്ള ആൾ 0 ആകുക. സോ യുവിന് -4 ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ u+4 = 0, therefore u is equal to -4 ഇട്ട് കൊടുക്കുമ്പോൾ -4 + 6 2 ബൈ -4 + 1 -3, ദാറ്റ് ഈസ് -2/3. സോ നമ്മുടെ എയുടെ വാല്യൂം കിട്ടി, ബിയുടെ വാല്യൂം കിട്ടി. സോ എഫ് ഓഫ് എസ് എന്താണ്? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 5/3 ബൈ u+1 -2/3 ബൈ u+4. എന്ത് ചെയ്യുക? യുടെ സ്ഥാനത്ത് s² കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5/3 ബൈ s² + 1 പ്ലസ് -2/3 ബൈ s² പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 2² ആണ്, അതുകൊണ്ട് ആ രൂപത്തിൽ എഴുതാം 2². ഇനി നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കാം. 5/3 അവിടെ തന്നെ ഇടുക. 5/3 ഇൻറ്റു സൈഡിലോട്ട് നോക്കുക. വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് sin 80? a/s² + a². വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് sin 80? a/s² + a². ഞാൻ വേണമെങ്കിൽ ബോർഡിൽ എഴുതാം. ലാപ്ലാസ് ഓഫ് sin 80 എന്ന് പറയുന്നത് a/s² + a². അപ്പോൾ വാട്ട് ഈസ് ദ ലാപ്ലാസ് ഓഫ് sin 80/a? sin 80/a എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാപ്ലാസ് എന്താണ്? 1/s² + a². ഇത് ചെയ്യേണ്ടത് എന്താണ്? 1/s² + 1 1/s² + 1 sin 80/a. So sin t/1 minus 2/3. What is the Laplace of sin 80/a? 1/s² + a². ഇവിടെ എയുടെ വാല്യൂ 2. സോ sin 2t/2. sin 2t/2. സോ ഇതാണ് നമ്മുടെ ആൻസർ. 5/3 sin t minus 2/3 sin 2t/2. ഇത് കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/3 sin t minus 1/3 sin 2t എന്ന് വരും.